ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള സമയം മുഴുവനായും ഏകദേശം 1.25 മണിക്കൂർ സമയം നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ പോകുകയാണ്. എന്നാൽ അതിനു മുമ്പ് 2 കാര്യങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന്, ഞാൻ കഴിഞ്ഞ 20 വർഷമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്ന വിഷയം. അത് ഇൻ്റർനെറ്റിലൂടെയും കാസറ്റിലൂടെയും നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു ഭാഗം ഒരു പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ബുക്ക് സ്റ്റോളുകളിലൊന്നും ഈ പുസ്തകം എത്തിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഒരു കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ കോപ്പി ലഭ്യമാകും. അത് നിങ്ങൾ നിർബന്ധമായും വാങ്ങി കൊണ്ടുപോകണം എന്ന് ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ പലപ്പോഴായി ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ എഴുതിയ പാട്ടുകൾ ചേർത്തുള്ള ഒരു CD ഓർമ്മ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും കുറച്ച് കോപ്പി നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അത് നിങ്ങൾ വാങ്ങണം, പാടണം, പഠിക്കണം എന്നും കൂടെ ഓർപ്പിക്കുന്നു. ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് ബൈബിൾ തുറക്കാം. വിശുദ്ധ ബൈബിളിലെ 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യവും 5-ാം അധ്യായം 1-ാം വാക്യവും ആരെങ്കിലും ഒരാൾ മൈക്കിൽ കൂടെ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. കാൺമേൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവരെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവരെയും സ്നേഹിക്കുന്നു. മതി, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായ ഈ രാത്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്ന മനോഹരമായ സമയത്തിനായി സ്തോത്രം. ഈ വചനധ്യാനം ഞങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും അനുഗ്രഹമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന പദവിയും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളും, ഇതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശം. ദൈവമക്കൾ എന്ന വിശേഷപ്പെട്ട പദവിയും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളും. വാക്യം നമുക്ക് നോക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ നാം കാണുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പം നാം അറിയുക, ശ്രദ്ധിക്കുക എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പരിണിത ഫലമാണ് നാം ദൈവമക്കൾ ആയിത്തീരുന്നത്. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ ഫലമാണ് നാം ദൈവമക്കൾ ആയിത്തീർന്നത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന് വായിക്കുന്നു. അവിടെയും ദൈവം മനുഷ്യനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പമാണ് നാം കാണുന്നത്. റോമർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ക്രിസ്തുവോ
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് വായിക്കുന്നു. അവിടെയും ദൈവം മനുഷ്യനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പമത്രേ പറഞ്ഞിരിക്കുന്നത്. ദൈവം ആരെ സ്നേഹിച്ചു? യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചു. റോമർ 5:8 ദൈവം ആരെ സ്നേഹിച്ചു? ദൈവം പാപികളെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:1 ദൈവം ആരെ സ്നേഹിച്ചു? ദൈവം നമ്മളെ സ്നേഹിച്ചു. എന്താണ് ഇതിന്റെ വ്യത്യാസം? ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകുമെന്ന് എഴുതിയിട്ടുള്ള അതേ പുസ്തകത്തിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞ അതേ പുസ്തകത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വിശദീകരിച്ച് റോമർ 5:8 പറയുമ്പോൾ ദൈവം പാപികളെ സ്നേഹിച്ചു എന്ന് വായിക്കുന്നു. വീണ്ടും 1 യോഹന്നാൻ 3:1 വന്നപ്പോൾ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം ലോകത്തിന് നൽകിയ സ്നേഹം, ദൈവം പാപികൾക്ക് നൽകിയ സ്നേഹം അനുഭവിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മളാണ്. എന്താണ് അതിന്റെ വ്യത്യാസം? ദൈവം എല്ലാവരെയും സ്നേഹിച്ചുവെങ്കിലും അത് അനുഭവിക്കുന്നവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. ആരാണത് അനുഭവിക്കുന്നവർ? ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവരാണ് അത് അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുകയും അത് സ്വീകരിക്കുകയും ചെയ്തവരാണ് അത് അനുഭവിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന് റോമാലേഖനത്തിൽ വീണ്ടും വായിക്കുന്നു. ആകയാൽ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞതാണ് ഈ പന്തലിൽ ഇരിക്കുന്നവരുടെ പ്രത്യേകത. എൻ്റെ സഭയിലെ ഒരു സഹോദരൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടു: ദൈവമേ നീ അവരെ സ്നേഹിക്കണമേ, ദൈവമേ നീ അവരെ സ്നേഹിക്കണമേ. ഓരോ നാട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്. പല പ്രാവശ്യം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവം അവരെ സ്നേഹിച്ചു, പക്ഷെ അവരത് തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവമേ നിന്റെ സ്നേഹം തിരിച്ചറിയാൻ അവരുടെ കണ്ണ് തുറക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ പന്തലിനകത്തു വന്നവരും വരാത്തവരും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നിങ്ങളെ മാത്രം ദൈവം സ്നേഹിച്ചു എന്നല്ല, ഇവിടെ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ദൈവം സ്നേഹിച്ചു. എന്നാൽ അത് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതത്രേ നമ്മുടെ പ്രത്യേകത. ഇത് ഈ ദേശം തിരിച്ചറിയുവാൻ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവം അവരുടെ കണ്ണു തുറക്കുവാൻ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. മുടിയംപുത്രന്റെ കഥയിൽ മുടിയംപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഇളയ മകൻ വീട് വിട്ടു പോകുമ്പോൾ അപ്പൻ അവനെ സ്നേഹമുണ്ടെന്ന് അവൻ അറിയാമോ? അറിയില്ല. അപ്പനെ അവൻ മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണ് അവൻ വീട് വിട്ട് പോയത്. എന്നാൽ അവൻ ലോകം മുഴുവനും നടന്ന് സ്നേഹവും സുഖവും സന്തോഷവും അന്വേഷിച്ചു. പക്ഷേ സുഖവും സന്തോഷവും സ്നേഹവും പണം കൊണ്ട് നേടാൻ കഴിയുകയില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞ ശേഷം അവൻ അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ അവന് മനസ്സിലായി, അപ്പൻ മറ്റെല്ലാവരെക്കാളും അധികം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന്. അതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഇടയായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിഞ്ഞവർ തങ്ങളുടെ കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ അവർണ്ണനീയമായ, മെഷർ ചെയ്യാൻ പറ്റാത്ത സ്നേഹമാണ് പാപികളും ശത്രുക്കളുമായ ബലഹീനരായ മനുഷ്യനെ ദൈവത്തിന്റെ മകനോ മകളോ ആക്കുന്നത്. പാപികളും ശത്രുക്കളും
ബലഹീനരുമായ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മകനോ മകളോ ആക്കി മാറ്റുന്നത് ദൈവത്തിന്റെ മഹാസ്നേഹം കൊണ്ടാണ്. ദൈവത്തിന്റെ മഹാസ്നേഹം കൊണ്ടാണ്. ഇത് വിശദീകരിപ്പാൻ എനിക്ക് വാക്കുകൾ ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു കവി ഇങ്ങനെ എഴുതി: ആയിരം ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതോ. അതെ, അദ്ദേഹം പറയുന്നത്, എനിക്ക് 1000 ഗുണം 1000 നാവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കായിരുന്നു. അദ്ദേഹം വീണ്ടും എഴുതി, അത് ചിന്തയിൽ അടങ്ങാ. സിന്ധു, സിന്ധു എന്തുവാ? സിന്ധു പെൺകുട്ടികളുടെ പേര് അല്ലേ? വലിയൊരു നദിയാ. അതിനേക്കാൾ വലുതാണ് ദൈവസ്നേഹം. അത് ചിന്തയിൽ അടങ്ങാ. സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ലോകത്തിലുള്ള മുഴുവൻ കടലാസും നിരത്തി വെച്ചെഴുതിയാലും തീരുകയില്ല. അത്ര വലുതാണ് ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് വെളിപ്പെടുത്തുന്ന അധ്യായമാണ് ലൂക്കോസ് 15. വീട്ടിലെ മുതല് മുടിച്ചിട്ട് തിരിച്ചു വന്ന ചെറുക്കനെ ദൂരെ നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അങ്കിയും ഇടിയിപ്പിച്ചിട്ട് വലിയ വിരുന്നൊരുക്കുന്ന ഒരു അപ്പനെ ലൂക്കോസ് 15 കാണാം. അതാണ് ദൈവസ്നേഹം. പാപിയും ദോഷിയുമായ നീ തിരിച്ചു വരുമ്പോൾ നിന്നെ ആലിംഗനം ചെയ്യുന്ന ഒരു അപ്പനെയാണ് ഈ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലായവർ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇവിടെ നാം ദൈവമക്കളായതിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്വം നാം കാണുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പുത്രനെ നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ ലോകത്തിലേക്ക് അയച്ചതാണ് ആ സ്നേഹം, ആ ഉത്തരവാദിത്വം. എന്നാൽ 5:1 മനുഷ്യന്റെ ഉത്തരവാദിത്വം കാണാം. ഒന്നുകൂടെ വായിക്കാം. 5:1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. മതി. നാം ദൈവമക്കൾ ആയി എന്ന് 3:1 പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് 5:1 പറഞ്ഞിരിക്കുന്നു. ഒരു അശ്രദ്ധയുള്ള കേൾവിക്കാരനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. യോഗത്തിന് വന്നു, എന്താ പ്രസംഗിച്ച് അത് മാത്രം ഓർക്കുന്നില്ല. നല്ല യോഗമായിരുന്നു ഇങ്ങനെ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. സ്വത്രം എങ്ങനെയുണ്ടായിരുന്നു? നല്ല മീറ്റിംഗ് ആയിരുന്നു. എന്നാ നിങ്ങൾ ഈ നല്ല മീറ്റിംഗ് എന്ന് പറയുന്നത്? കീബോർഡിന്റെ ഒച്ച കേട്ടിട്ടോ? ഒരു അശ്രദ്ധയുള്ള കേൾവിക്കാരനെ ഒരു കാലത്തും അനുഗ്രഹിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ചെപ്പ് തുറക്കുകയാ ഈ വചനത്തിനകത്തൂടെ. ഇന്ന് രാത്രി കണ്ണു തുറന്ന്, ചെവി തുറന്ന്, ഹൃദയം തുറന്ന് ഈ സത്യം ഗ്രഹിച്ചിട്ട് ഇവിടുന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാവും. പ്രൈസ് ദി ലോർഡ്. ആരും കൈവയ്ക്കാതെ, ആരും അഴിക്കാതെ കെട്ടഴിയും. എങ്ങനെയാണെന്നറിയോ? സത്യം അറിയുമ്പോൾ കെട്ടഴിയും. നീ ശപിക്കപ്പെട്ടവനല്ല, നീ വിളിക്കപ്പെട്ടവനാ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, നീ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടവനാ. ആകയാൽ ഉത്തരവാദിത്തമുള്ള ഒരു കേൾവിക്കാരനായിരിക്കണം ഇന്ന് രാത്രി. ഉത്തരവാദിത്വമുള്ള ഒരു കേൾവിക്കാരനായിരിക്കണം. വള്ളംകളി കാണാൻ പോകണവൻ പ്രത്യേകിച്ച് ഒന്നും ഗ്രഹിക്കാനൊന്നുമില്ല. കാരണം കമന്ററി പറയുമ്പോൾ പറഞ്ഞോളൂ ആരാ ജയിച്ചെന്ന്. ക്രിക്കറ്റിലെത്തും ഇത്രയൊക്കെ ഉള്ളൂ. ക്രിക്കറ്റ് കാണണമെങ്കിൽ തന്നെ ഒരു വിവരം വേണം. പിള്ളേർ കാണുമ്പോൾ ഞാൻ നോക്കും, എനിക്ക് ഒരു അക്ഷരം പിടി കിട്ടുകയില്ല.
പക്ഷെ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാക്കാനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകണം, അതിനാ വേദോസ്തവം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു മൂല നിന്ന് ഒരാൾ ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും കേട്ടോണം. അത് കഴിഞ്ഞ് ഇത് റെക്കോർഡ് ചെയ്യുന്ന ആളോട് ഇതിൻ്റെ ഒരു CD മേടിച്ചോണം. എന്നിട്ട് ഒരു 5 പ്രാവശ്യം കൂടി അങ്ങ് കേട്ടേക്കണം. അപ്പോൾ വിഷയം തീർന്നു. പിന്നെ ഈ ഉപദേശി അങ്ങോട്ട് വിളിക്കേണ്ടി വരികയില്ല. എത്ര മൈൽ ഓടണം ഞാൻ ഇവിടെ വരണമെങ്കിൽ? വന്നാൽ വല്ല പ്രയോജനം കിട്ടണ്ടേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് 3 ദിവസമല്ല 4 ദിവസം എടുക്കാം അങ്ങോട്ട് പോകാം എല്ലാവരും കൂടെ. ഈ ട്രാവലിംഗാ ബുദ്ധിമുട്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം തുടങ്ങിയാൽ പിന്നെ തീരത്തില്ല. അതുപോലെ വലിയ ഉറവയാണിത്. ഇപ്പൊ കടല് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. വീണ്ടും ചോദിക്കുക ശരിക്കും കണ്ടിട്ടുണ്ടോ? ഇല്ല. കടൽ എവിടെ കണ്ടതാ ഈ പറയുന്നത്? അവിടെ ആ സൈഡിൽ പോയി നിന്ന് ഇങ്ങനെ തിരമാല വരുന്നത് കണ്ടു. ഇതിന്റെ അടിയിൽ എന്തെല്ലാം സംഭവം ഉണ്ടെന്ന് അറിയാം. ഇതുപോലെ വേദോസം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. വേദോസം അറിയോ? പിന്നെ അറിയാൻ മേലെ എന്തുവാ? ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ 20 മഹാത്മാഗാന്ധി റോഡ്, ബാംഗ്ലൂർ. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ കെട്ടുകൾ അഴിയും, നാം സ്വതന്ത്രരാകും. ഒരു ചെകുത്താനും നിന്നെ പേടിപ്പിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ കയ്യിലും കാലിലും വീട് കിടക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ പൊട്ടി മാറും. നോക്കൂ, 5:1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ പെന്തിക്കോസിൽ ചേരുന്നു എന്നാണോ? അല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. വിശ്വസിക്കുമ്പം ജനനം നടക്കുമോ? ജനിക്കാതെ മക്കളാകുകയില്ല. അപ്പൊ ദൈവമക്കളാകുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് വിശ്വസിക്കുമ്പോഴാണ്. അപ്പൊ വിശ്വസിക്കുമ്പോൾ നടക്കുന്ന ജനനത്തിന്റെ പേരാണ് വീണ്ടും ജനനം. നിക്കോദീമോസിനോട് യേശു പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. എങ്ങനെ നടക്കും? വിശ്വസിക്കുമ്പോൾ നടക്കും. എന്താ ഉപദേശം ഈ പറയുന്നേ? അതാണ് പറയാനുള്ളത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യജന്മം എടുത്ത് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രനായ കർത്താവായ യേശുവിനെ ഇന്ന് രാത്രി വിശ്വസിച്ച് നിന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ നീ അറിയാത്തൊരു ജനനം നിന്റെ അകത്ത് നടക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നോക്കൂ, വീണ്ടും ജനനത്താൽ സംഭവിക്കുന്ന പ്രഥമ മാറ്റം 5:1 ക്ലിയർ ആണ്. ഒരിക്കൽ കൂടെ വായിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടാലും. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അതായത് ജനനത്താൽ സ്നേഹമാണ് ചേഞ്ച് ആവുന്നത്, ഉടുപ്പല്ല. സ്നേഹം. അവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. 2, അവൻ ദൈവമക്കളെ സ്നേഹിക്കാൻ തുടങ്ങും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇപ്പൊ വായിച്ച കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു, അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്ന അന്ന് തൊട്ട് അവന് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് വേണേ പറയാം, പക്ഷെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന ഒരു സങ്കല്പം മതങ്ങളിലില്ല. കാരണം മതങ്ങളിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തെ സ്നേഹിക്കാവുന്ന രൂപത്തിലല്ലല്ലോ. പേടിച്ച് ജീവൻ പോണ ഒരു ചിത്രമല്ലേ നമുക്ക് കിട്ടുന്നത്. സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. സ്നേഹിക്കാവുന്ന ഒരു ദൈവത്തെയോ. യേശു കർത്താവിനെ പരിചയപ്പെട്ട ആളുകൾ യേശു കർത്താവിനെ സ്നേഹിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഒരു അരുമ ശിഷ്യ മഗ്നലക്കാരത്തി മറിയ ശവക്കോട്ടയിൽ പോയി നിൽക്കുക 3-ാം ദിവസം. ശവക്കോട്ടയിൽ പോയി നിൽക്കാൻ തന്നെ ആരെ കൊണ്ടാ പറ്റുന്നത്? ഒറ്റയ്ക്ക് വെളുപ്പിനെ ഇരുട്ടത്ത് നമ്മളൊന്നും പോവുകയില്ല. ആ സ്ത്രീ അവിടെ പോയി നിൽക്കുക. അപ്പോ
ഒരാൾ അതിലേക്ക് പതുക്കെ മാറുന്ന കണ്ടു. അയാളെ വിളിച്ചിട്ട് ചോദിക്കുക, നീ ഇതിൻ്റെ കാവൽക്കാരനോ വല്ലോ തോട്ടക്കാരനോ വല്ലോ ആണോ? എൻ്റെ കർത്താവിനെ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെയാ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് പോക്കളാം. നടക്കുന്ന കാര്യമല്ല പറയുന്നത്. പക്ഷെ സ്നേഹം കൊണ്ടങ്ങ് പറയുക. സ്തോത്രം. വീണ്ടും ജനനത്തോടു കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവമക്കളെ സ്നേഹിക്കാൻ തുടങ്ങും. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ആ ഒരു വിഷയത്തിന് അതിൽ കൂടുതൽ സമയമെടുക്കാൻ തരമില്ല. അതുകൊണ്ട് അവിടെ ഞാൻ നിർത്തുന്നു. ഈ പന്തലിനകത്തിരിക്കുന്ന ആളുകളാണ് മുഖ്യ ശ്രോതാക്കൾ. പുറത്തുള്ളവരെയും പ്രതീക്ഷിക്കുന്നു. വീണ്ടും ജനനം എന്ന അനുഭവം ഒരു മതത്തിൽ ചേരൽ അല്ല, ഒരു സഭ മാറലും അല്ല. വീണ്ടും ജനനം എന്നത് യേശു കർത്താവിനെ വ്യക്തിപരമായി അറിയുക, അംഗീകരിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കുക എന്ന തീരുമാനത്തിലൂടെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന ഒരു ദൈവിക പരിവർത്തനമാണ് വീണ്ടും ജനനം. ഈ അനുഭവം പ്രാപിക്കുവാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വിളിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇങ്ങനെ നാം യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നാം ദൈവമക്കളായിത്തീരുന്നു. വചനം എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടെ വായിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ശ്രദ്ധിക്കൂ, ഇതാണ് ദൈവമക്കളാകാനുള്ള വ്യവസ്ഥ. യേശു കർത്താവിനെ സ്വീകരിക്കുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ദൈവമക്കളാകാൻ കഴിയും. ഈ മഹാഭാഗ്യത്തിലേക്ക്, ഈ വലിയ പദവിയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും വിളിക്കുന്നു. 4 കാര്യം ഒരു സെക്കൻഡിൽ നടക്കുന്നു. 4 കാര്യം ഒരു സെക്കൻഡിൽ നടക്കുന്നു. എന്താണ് 4 കാര്യം? നമ്പർ 1, ദൈവം എൻ്റെ പിതാവാകുന്നു. നമ്പർ 2, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു അല്ലെങ്കിൽ മകളാകുന്നു. നമ്പർ 3, ലോകം മുഴുവനുമുള്ള ദൈവമക്കൾ എൻ്റെ സഹോദരങ്ങൾ ആകുന്നു. നമ്പർ 4, യേശു കർത്താവ് എൻ്റെ ജ്യേഷ്ഠൻ ആകുന്നു. ഇതിൽ 4-ാമത്തേത് മാത്രമേ വിശദീകരിക്കേണ്ടതുള്ളൂ. 1, 2, 3 നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒരറിവ് നല്ലതല്ലേ, ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു കടലാസ് കഷ്ണത്തിലൊക്കെ ഒന്ന് എഴുതി വെക്കാമെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ നാളെ പുസ്തകം എടുത്ത് മറിക്കുന്ന വേറൊരാൾക്ക് ഗുണം കിട്ടും. സ്തോത്രം. 1, ദൈവം എൻ്റെ പിതാവാകുന്നു. 2, ഞാൻ ദൈവത്തിൻ്റെ മകളാകുന്നു, മകനാകുന്നു. 3, ലോകം മുഴുവനും, ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആസ്ട്രേലിയയിലും ചൈനയിലും ഒക്കെയുള്ള വിശ്വാസികൾ എൻ്റെ സഹോദരങ്ങളാകുന്നു. സ്തോത്രം. 4-ാമത്തെ കാര്യം, യേശു കർത്താവ് എൻ്റെ മൂത്ത സഹോദരനാകുന്നു. ദൈവമക്കളെന്ന പദവിയുടെ വലിപ്പം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് എനിക്കുണ്ട്. ഏതോ ഒരു സുവിശേഷകൻ വീട്ടിൽ വന്നു, നിങ്ങളുടെ രോഗമൊക്കെ മാറും, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക, സമർപ്പിക്കാൻ പറഞ്ഞു, സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു. ഇത്രേ അറിയത്തുള്ളൂ. ദൈവമക്കളെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണെന്ന് അറിയത്തില്ല. ഒരു ഉപദേശി വന്ന് പറഞ്ഞതാണെങ്കിൽ സംഗതി വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്നതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടല്ല വന്നെങ്കിലും വന്ന ശേഷം അറിയണം. സ്തോത്രം. അറിഞ്ഞിട്ടല്ല വന്നതെങ്കിലും വന്ന ശേഷം അറിയണം.
എന്തിനാ? വന്ന ശേഷം അറിയാനാ ബൈബിള് വെച്ചിരിക്കുന്നത്, വന്ന ശേഷം അറിയാനാ ദൈവദാസന്മാരെ വെച്ചിരിക്കുന്നത്, അതിനാ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ആകയാൽ ദൈവമക്കൾ ആയ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അപ്പൻ സ്വർഗത്തിലെ പിതാവാണ്. സ്തോത്രം. ഗലാത്യർ 4:6 പെട്ടെന്ന് വായിക്കാം. ഗലാത്യർ 4:6. നിങ്ങൾ മക്കളാകൊണ്ട് നിങ്ങൾ മക്കൾ ആകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പിന്നെ അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശമാകുന്നു. 3 പ്രാവശ്യം ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ദൈവമക്കളായി എന്ന് പറയുന്നത് ചുമ്മാ പറയല്ല, അത് കുറച്ച് ലീഗലാണ്, അത് ഒഫീഷ്യലാണ്, അത് ആധികാരികമാണ് എന്ന് തെളിയിക്കുന്ന വാക്കുകൾ അവിടെ ഉണ്ട്. ഒന്ന്, അബ്ബാ എന്ന വാക്ക് സൂക്ഷിച്ച് പഠിച്ചാൽ ഡാഡി എന്ന് തർജ്ജമ ചെയ്യാം. ഡാഡിന്ന് ഒരാൾ എത്ര പേരെ വിളിക്കും? ഒരാളെ വിളിക്കാവുള്ളൂ, കൂടിപ്പോയാൽ വലിയ വിഷയമാവും. അച്ചായ, ചേട്ടാ എന്നൊക്കെ പലരെ വിളിച്ചോണം, ഡാഡി എന്ന് ഒരാളെ വിളിക്കാവുള്ളൂ. സ്തോത്രം. അബ്ബാ എന്ന് ദൈവത്തെ വിളിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ആര് പറയുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ ഗലാത്യർ 4:6 അബ്ബ എന്ന് എഴുതിയതിന്റെ അർത്ഥം ചുമ്മാ വിശ്വാസിയായി എന്നൊന്നും അല്ല. ഇതിന്റെ അർത്ഥം ദൈവം നിന്റെ പിതാവായി എന്നത് ലീഗലായിട്ട് ബൈബിൾ പറയുന്നു. 2, ദൈവം നിന്റെ പിതാവായെങ്കിൽ നീ ദൈവത്തിന്റെ മകനാണെന്നുള്ളത് ഒഫീഷ്യലാണ്, ആധികാരികമാണ്, വേദാനുസരണമാണ്. വെറുതെയുള്ള മകനല്ല. അവിടെ പറഞ്ഞിരിക്കുന്നു, നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പൊ മകൻ എന്നതിന്റെ പൂർത്തീകരണം അവകാശത്തിലൂടെയാ തെളിയുന്നേ. വീട്ടിൽ ജോലി ചെയ്യുന്നവർ കൂലി കൊണ്ടുപോകും, എന്നാൽ മക്കൾ സ്വത്ത് കൊണ്ടുപോകും. ജോലി ചെയ്യുന്നവൻ ഭയങ്കര സന്തോഷവും സ്നേഹവും കാണും, പക്ഷെ കൂലി മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാൽ മകൻ വീടിന്റെ മുഴുവൻ സ്വത്തും അവൻ്റെതാണ്. ഗലാത്യർ 4:6 വ്യക്തമായി പറയുന്നു, നീ മക്കളാകൊണ്ട് അവകാശിയും ആകുന്നു. ഈ 2 കാര്യമാണ്. ഒന്നാമത് നാം കാണുന്നത്, 1 ദൈവം എൻ്റെ അപ്പനാകുന്നു, 2 ഞാൻ യഥാർത്ഥത്തിൽ മകൻ ആകുന്നു, 3 ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാർ എൻ്റെ സഹോദരന്മാരാകുന്നു. അതാണ് 1 യോഹന്നാൻ 5:1 കണ്ടത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ നാം സ്നേഹിക്കുന്നു. ആകയാൽ ഒരു ചെറിയ സ്വർഗം ആരും ഉണ്ടാക്കരുത്. എന്താ ഞാൻ പറഞ്ഞത്? നമ്മളെല്ലാം കൾച്ചറിൽ വിശ്വസിക്കുന്നവരും അതിനകത്ത് ബന്ധിക്കപ്പെട്ടവരുമാണ്. അപ്പം നമുക്ക് മലയാളികൾക്ക് വേണ്ടി മാത്രം ഒരു സ്വർഗം ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി തന്നാൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുള്ള ആളാണ് ഞാനും. കാരണം നമുക്ക് നമ്മുടേതായ കുറേ കൾച്ചറുകളുണ്ട്, അതിൽ പെടാത്ത ഒറ്റയാളെ നമുക്കങ്ങോട്ട് അംഗീകരിക്കാനൊന്നും പറ്റുകയില്ല. പക്ഷേ ഇപ്പം എന്താ ചെയ്യാനാ? ദൈവം നമ്പുരാൻ അങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ആ ജാതികൾക്കും ഒക്കെയുള്ള വലിയൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഈ സകല ഗോത്രവും വംശവും ഒക്കെ ഒന്ന് നടന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാം ഡിഫറൻ്റാണ്. പക്ഷെ കർത്താവിനെ അവർ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഒരേ ഒരു സംഭവം പറയാം. ഇത് ഒരു ചെറിയ കെട്ട് അതുകൊണ്ട് അഴിയുന്ന അടിയോട്ടെന്ന് ഓർത്താം. ഞാൻ ഈ അമേരിക്കയിലെ ഡാളസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബഫലോ എന്ന് പറയുന്ന എയർപോർട്ടിലേക്ക് പോവുക. ഇവിടുന്ന് ഞാൻ കയറി ബഫലോയിലേക്ക് പോകണം. നേരിട്ട് എനിക്ക് വിമാനം കിട്ടാത്തത് കൊണ്ട് വേറൊരു സ്ഥലത്ത് ഇറങ്ങണം. അവിടെ ഇറങ്ങി 3 മണിക്കൂർ ഇരിക്കണം. അത് കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത വണ്ടി കിട്ടുന്നത്. ഈ 3 മണിക്കൂർ ഞാനും എൻ്റെ ഭാര്യയും സഹോദരിയും കൂടെ എന്തെങ്കിലും ഒരു ചായ കുടിക്കുകയോ വല്ലതും കഴിക്കുകയോ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലൊരു കട കണ്ടുപിടിച്ചു. അവിടെ ഇരുന്ന്
അവിടെ കിട്ടാവുന്ന ഭക്ഷണം ഇവിടുത്തെ ഒന്നുമല്ല, കിട്ടുന്നത് മേടിച്ച് ഇച്ചിരി നേരം കഴിച്ചുകൊണ്ട് 3 മണിക്കൂർ കളയണ്ടേ, അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു പതുക്കെ കഴിക്കുക. ഭക്ഷണം കൊണ്ടുവന്നു, ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നോർത്ത് പതുക്കെ സ്വോത്രം പറഞ്ഞ് അങ്ങ് കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തൊരു കുടുംബം ഇതുപോലെ തന്നെ ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ അവരെ ശ്രദ്ധിച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ, സഹോദരി എന്തോ ഇട്ടിരിക്കുന്നത്? ഒരു വല്ലാത്ത വേഷം ആ സഹോദരിയുടെ, നമ്മൾ കണ്ടിട്ടില്ലാത്തതെന്നുള്ളതേ ഉള്ളൂ. അവരുടെ തലമുടിയൊക്കെ ഒരു പ്രത്യേക രീതിയാണ്, പുള്ളിക്കാരനും ഒക്കെ ഒരു പ്രത്യേക തരം. ഓക്കെ, വന്നിരുന്നു, ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം അടുത്ത് വെച്ച് അവർ രണ്ടുപേരോട് ഇരുന്ന് ഉറക്കെ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നു. ഇൻ ജീസസ് നെയിം എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴാണ് മനസ്സിലായത് വിശ്വാസികളാണ്. എന്നിട്ട് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കാരണം ഈ സൈസ് ഉടുപ്പല്ലല്ലോ ഇട്ടിരിക്കുന്നത്. അതിനെയൊന്നും എൻ്റെ സഭയിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഉൾക്കൊള്ളുകയെന്ന് എനിക്കറിയാം, പക്ഷെ സ്വർഗത്തിൽ അവർ കാണും. അയ്യോടാ. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളും എൻ്റെ സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കാൻ നമുക്കിനി എത്രയോ കാലം കഴിയേണ്ടി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ വെച്ച് മനുഷ്യരെ വിലയിരുത്തുകയാണ്. ഒരാളെ ആത്മീയനാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ പുറം കണ്ടേച്ച. ആകെ കാണുമ്പോഴല്ലേ സ്വഭാവം അറിയുന്നത്. പുറം നല്ല ക്ലീനാ, പക്ഷെ വിഷയത്തോടടുക്കണം. 10 രൂപയുടെ വിഷയം വരുമ്പോഴാണ് തനി സ്വഭാവം നമ്മൾ അറിയുന്നത്. രൂപാന്തരം വരുന്നത് നമ്മുടെ ബിഹേവിയറിലാണ്, നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ചിന്തയിലുമാണ് രൂപാന്തരം വരേണ്ടത്. വിഷയം അതല്ല, ഇടയ്ക്കങ്ങ് പറഞ്ഞതാണ്, പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. നമ്മുടെ വിഷയം, നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ, നാം വീണ്ടും ജനിക്കുമ്പോൾ ദൈവം എൻ്റെ പിതാവാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ മക്കളാകുന്നു, ലോകം മുഴുവനുള്ള സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ആകുന്നു. 4-മത്തെ കാര്യം ഒന്ന് പഠിപ്പിക്കേണ്ടതാണ്. യേശു കർത്താവിൻ്റെ ജ്യേഷ്ഠനാകുന്നു. അയ്യോ, അങ്ങനെ പറ്റുമോ? യേശു മാത്രം ഇത് പഠിപ്പിക്കുന്നു. ലോകത്തിൽ ഗുരുക്കന്മാർ ഒരുപാടുണ്ട്, ദൈവം എന്ന പേരിൽ പലരുണ്ട്. അവരാരും അവരുടെ ലെവലിലേക്ക് നമ്മളെ ഉയർത്തത്തില്ല. ഇല്ല, അവരുടെ ലെവലിലേക്ക് നമ്മളെ ഉയർത്തുകയില്ല. എന്നാൽ യേശു കർത്താവിൽ കൂടെ നിങ്ങൾ ആരാകാൻ പോവാന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളാകുക. 3 വേദവാക്യത്തിൽ നിന്ന് ഈ സുപ്രധാന സത്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം ആദ്യമേ വായിക്കാം. എബ്രായർ 2:11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അതേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ നിന്നെ സ്തുതിക്കും എന്നും. ഒന്നുകൂടെ വായിക്കണേ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. വാക്യം മനസ്സിലായോ? നമുക്കത് മനസ്സിലാക്കണം. വിശുദ്ധീകരിക്കുന്നവൻ ആരാണ്? പറഞ്ഞാട്ടെ, ഉറച്ചു പറഞ്ഞാട്ടെ. ദൈവം. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാണ്? നമ്മൾ. 2 കൂട്ടർക്കും ഒരാളാണ് പിതാവ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കണം, യേശുക്രിസ്തുവാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ, നമ്മളാണ് വിശുദ്ധീകരിക്കപ്പെടുന്നവര്. യേശുക്രിസ്തുവിന്റെ പിതാവും നമ്മുടെ പിതാവും ഒരാളാണെന്നാണ് ഇപ്പൊ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഹേതുവായി, ഇനി വാക്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചോ. അത് ഹേതുവായി, പ്ലീസ്, ആദ്യം തൊട്ട്. വിശുദ്ധീകരിക്കപ്പെടുന്നവനും വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. മതി. അത് ഹേതുവായി എന്ന് പറഞ്ഞാൽ അക്കാരണത്താൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എന്ത് വിളിച്ചു? സഹോദരന്മാരെന്ന് വിളിച്ചു. എന്തുകൊണ്ട്?
യേശു കർത്താവിനെ അറിയാം. യേശു കർത്താവിൽ കൂടെ വിശുദ്ധീകരണം പ്രാപിച്ചവരുടെ പിതാവാണ് യേശുവിന്റെ പിതാവ്. അതുകൊണ്ട് യേശു അവരെ എന്ത് ചെയ്യാൻ മടിച്ചില്ല. സഹോദരന്മാരെ വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ ഗൗരവം? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ലജ്ജിച്ചില്ലെന്നൊരു വാക്ക് കണ്ടോ? കണ്ടോ? ആ, അതെന്നെ അങ്ങനെ എഴുതാൻ കാരണം? ലജ്ജിക്കേണ്ട സൈസ് സ്വഭാവമാണ് നമ്മുടേത്, അല്ലേ? ആ, എന്നിട്ടും കർത്താവ് എന്ത് ചെയ്യുക? ലജ്ജിക്കാതെ വിളിക്കുക. കാരണം എന്നാ? നമ്മുടെ സ്വഭാവം നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ നിയമം അനുസരിച്ച. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം എടുക്കാം. യോഹന്നാൻ 20:17. പെട്ടെന്ന് വായിക്കാം. അതിനുശേഷം റോമർ 8:29 എടുത്തു വയ്ക്കുക. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. അത്രയൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം ശവക്കോട്ടയിൽ പോയ മറിയയാണിത്. യേശുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കർത്താവിനെ ആലിംഗനം ചെയ്യാൻ ചെന്നപ്പം കർത്താവ് പറയുകയാണ്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. പിന്നെ എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. അതാരാ? ശിഷ്യന്മാരാ. നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. എന്റെ പിതാവും മീൻപിടുത്തക്കാരനായ പത്രോസും യാക്കോബും യോഹന്നാനും ദൈവപുത്രനായ യേശുവിന്റെ ബ്രദേഴ്സ് ആയത് എപ്പോഴാ? ഹല്ലേലൂയ. തൊഴിൽ നോക്കാതെ, നിറം നോക്കാതെ, വിദ്യാഭ്യാസം നോക്കാതെ, സമ്പത്ത് നോക്കാതെ ദൈവപുത്രൻ പറയുകയാണ്, അവരെന്റെ സഹോദരന്മാരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നുകൂടെ വായിക്കുക ആ വാക്യം ആദ്യം തൊട്ട്. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേദപുസ്തകം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് വിശദീകരിക്കാം. നിങ്ങൾ വീട്ടിൽ പോയി അത് വീണ്ടും പഠിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അവർ എൻ്റെ സഹോദരന്മാരെങ്ങനെയായി എന്ന് ഞാൻ പറയാം. യേശു പറയുകയാണ്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. അതായത് യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, വിളിച്ചിട്ടില്ല. പിതാവെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം വിളിച്ചു, അത് ക്രൂശിൽ വെച്ചാണ്, എൻ്റെ ദൈവമേ എന്ന്. ആ വിളി പാപിയുടെ വിളിയാ, ബന്ധമില്ലാത്തവരുടെ വിളിയാ ദൈവം എന്നുള്ള വിളി. എല്ലാവരും വിളിക്കും. പ്രയാസം വരുമ്പം, ദുഃഖം വരുമ്പം ദൈവമേ എന്ന് വിളിക്കും, മനുഷ്യരൊക്കെ വിളിക്കും. എന്നാൽ എൻ്റെ പിതാവേ എന്ന് വിളിക്കണേ മക്കൾക്കേ പറ്റത്തുള്ളൂ. യേശുക്രിസ്തു ഒരു പാപിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം എൻ്റെയും കൂടെ ദൈവമായി, ഞാൻ നിങ്ങളുടെ സ്ഥാനത്തേക്ക് താണു. അടുത്തത്, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവായി, അതായത് നിങ്ങൾ എൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു. യോഹന്നാൻ 20:17 സ്വർണ്ണ ലിപികളിൽ എഴുതണം. അതായത് നിങ്ങളെ എൻ്റെ ലെവലിലേക്ക് ഉയർത്താൻ ഞാൻ നിങ്ങളുടെ ലെവലിലേക്ക് താണു വന്നു. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് യേശു നമ്മുടെ സഹോദരനാകുന്നത്. ഇനിയും ഇതിൻ്റെ ആധികാരികമായ വാക്യം റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ
ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ആമേൻ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു. പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ പുത്രൻ അനേകം സഹോദരന്മാരുടെ ജ്യേഷ്ഠൻ ആകേണ്ടതിന്. ഒരു പബ്ലിക് മീറ്റിങ്ങിൽ വിവരിക്കാവുന്ന വിഷയം അല്ലിത്. പക്ഷേ ഇത് ഗ്രഹിച്ചേ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു അലസനായ കേൾവിക്കാരന് വേണ്ടിയുള്ളൊരു പ്രസംഗമല്ലിത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു ആ കാര്യം ശ്രദ്ധിക്കുക. 2 വചനങ്ങൾ വായിക്കണം. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. അതിൻ്റെ ആരംഭം മാത്രം വായിച്ചാൽ മതി. 18-ാം വാക്യം. ഇവിടെ അറിയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വായിച്ചോ. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഏകജാതൻ എന്ന വാക്ക് ശ്രദ്ധിച്ചല്ലോ, യേശുവിന്റെ സ്ഥാനപ്പേരാണത്. എന്താണ് ഏകജാതൻ എന്ന് പറഞ്ഞാൽ? ഏക മകൻ അല്ലേ? വേറെ മക്കളില്ലാത്തവരെ മാത്രമേ ഏകജാതൻ എന്ന് വിളിക്കുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം, അതായത് നെക്സ്റ്റ് പേജ് 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന. അപ്പൊ യേശുവിന്റെ പേര് ഇതാണ്. എന്നാൽ റോമർ 8:29 വന്നപ്പോൾ ആ ഏകജാതൻ ആദ്യജാതനായി മാറി. റോമർ 8:29 കണ്ടല്ലോ. ഏകജാതൻ എങ്ങനെ ആദ്യജാതനായി? ഉത്തരം സിമ്പിളാ. ആ വീട്ടിൽ വേറെ മക്കൾ ജനിച്ചു. മനസ്സിലായില്ല? ഏകജാതൻ ആദ്യജാതനായത് എങ്ങനെയാ? ആ വീട്ടിൽ വേറെ മക്കൾ ജനിച്ചു. അറിഞ്ഞോ? വിവരം അറിഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ യാത്രയിൽ നടന്ന ഒരു സംഭവം പറയാം, രസകരമായ സംഭവം. ഒരു വീട്ടിൽ എന്നെ ഭക്ഷണത്തിന് വിളിച്ചിരിക്കുക. അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ പാസ് പറഞ്ഞു, ഞങ്ങളും വരുന്നുണ്ട്, ഇന്ന് അവിടെ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ട്, ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാഴ്ചയായുള്ളൂ ജനിച്ചിട്ട്, ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ ന്യൂ ബോൺ ബേബിയുടെ മൂത്ത കുട്ടി, അതിൽ ഓടിച്ചാടി നടക്കുന്ന കുട്ടി, ആ കുട്ടി ഇന്ന് അമ്മയുടെ കൈ കയറിയിരിക്കുക. മുഖമൊക്കെ വല്ലാതെ വീർത്ത് പിണങ്ങി ആരാണ്ടോടെല്ലാം ദേഷ്യപ്പെട്ടായിരിക്കുന്നത്. ഈ പാസ്റ്ററൊക്കെ ചെല്ലുമ്പം ഭയങ്കര വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് ചാടുന്ന ഈ പുള്ളിക്കാരുത്തി ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്നത്. എല്ലാവരും പഠിച്ചതായ മുഴുവൻ പണികളും പരിശ്രമിച്ചിട്ടും കൊച്ചി ചിരിക്കുന്നില്ല. എനിക്ക് കാര്യം മനസ്സിലായി. ഈ കുഞ്ഞുവാവ് എന്തിനാ ഇപ്പൊ ഇവിടെ ഉണ്ടായെന്നാണ് ഈ മുഖഭാവം. പിടികിട്ടിയോ? നിങ്ങളൊക്കെ ഇപ്പൊ വന്നത് എന്നെ കാണാനല്ലല്ലോ, ഇപ്പൊ വന്ന ഗസ്റ്റിനെ കാണാനല്ലേ. ഇന്നലെ വരെ എന്നെ കാണാൻ വന്ന നിങ്ങൾ ഇപ്പൊ എൻ്റെ അനിയനെ കാണാനല്ലേ വന്നിരിക്കുന്നത്. എനിക്കതിൽ വലിയ സന്തോഷമില്ലെന്നാണ് ഈ മോഹം കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാ വീട്ടിലും കൊണ്ട് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ആ ഭാഗം പറയാൻ തുടങ്ങിയപ്പോഴേ പിള്ളേർ ചിരി തുടങ്ങി. കാരണം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. സ്തോത്രം. ഞാൻ എല്ലാ വീട്ടിലും പറയാറുണ്ട്, നിങ്ങൾ ഇപ്പം ജനിച്ച കൊച്ചിനെ വെറുതെ വിട്ടേരെ, കാരണം അതിന് വിവരമില്ലാതെ അവിടെ കിടന്നോളൂ. നിങ്ങൾ ഇന്നലെ വരെ തലേ വെച്ചുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് താഴോട്ടിടരുത്. അത് മനുഷ്യർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ലേ. സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. സകലരും ആദ്യം എടുത്തോണ്ടിരുന്ന ആളെ താഴോട്ടിട്ടു, എന്നിട്ട് ഇതിനിപ്പോൾ ഇതിനെടുക്കുന്നത് ഏതോടെ കിടന്നോളുകല്ലേ. ഇത് ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ കൗൺസിലിംഗ് പറഞ്ഞതേ ഉള്ളൂ. പല കുടുംബങ്ങളിലെ വിഷയമായത്. ഇപ്പം വന്ന ആളെയാണ് എല്ലാവരും എടുക്കുന്നത്. ഇപ്പം വന്ന ആളെ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചുമ്മാ അവിടെ കിടന്നോളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ വിഷയം അപ്പോ ദീർഘവർഷം ഒറ്റ മകനായിട്ട് ഇരുന്നിട്ട് അപ്പൻ്റെ 26-ാമത്തെ വയസ്സിൽ ഒരു കൊച്ച്, 56-ാമത്തെ വയസ്സിൽ അടുത്ത കൊച്ചു വന്നാലോ? എൻ്റെ പൊന്നെ, ആ മൂത്ത കൊച്ച് എന്ത് നാശമാ ചെയ്യാൻ പാടുന്നത് പറയാൻ ഒക്കില്ല. കാരണം ഈ സ്വത്ത് മുഴുവൻ ഇഷ്ടം പോലെ വെച്ച് അനുഭവിക്കാമെന്നോർത്ത് ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത ആൾ വരുന്നത്. സ്വത്രം. കാര്യ സ്നേഹമൊക്കെ വെറുതെ പറയുന്നതാ. സ്വത്ത് വരുമ്പോഴല്ലേ സ്നേഹം അറിയുന്നത്.
ഹല്ലേലൂയ. ഇവിടെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ ഇപ്പൊ പറഞ്ഞ 3 വാക്യം ഹോംവർക്ക് ചെയ്യാൻ. വിശുദ്ധീകരിക്കപ്പെടുന്നവനും വിശുദ്ധീകരിക്കുന്നവനും ഒരുവനല്ലോ പിതാവ് എന്ന സത്യം അറിയാവുന്ന യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും സഹോദരന്മാരെന്ന് വിളിക്കുവാൻ സന്തോഷിച്ചു. യോഹന്നാൻ 20:17. നിങ്ങൾ എന്റെ സഹോദരന്മാരോട് പോയി പറയണം, യേശു അതിൽ സന്തോഷിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ ദൈവമക്കളായപ്പോൾ സ്വർഗത്തിൽ പിതാവ് സന്തോഷിക്കുകയാ, പുത്രൻ സന്തോഷിക്കുകയാ. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത നീ യേശുവിന്റെ സഹോദരനായി തീർന്നിരിക്കുന്നു. ഒരുപാട് ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുള്ള നീയും ഞാനും സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി തീർന്നു, യേശു കർത്താവിന്റെ സഹോദരന്മാരായി തീർന്നു. ശരിക്കും മനസ്സിലായെങ്കിൽ കരങ്ങൾ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 1000 നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതോ. 1000 കൈകളടിച്ചു പാടാം, ചേർന്ന് പാടാം. 10,000 ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടു പോട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടു പോട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ 1000 നാവുകൾ ഹല്ലേലൂയ. അതു വർണ്ണിപ്പതിനെഴുതോ. ഓ 1000 നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാൻ സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാ അതു വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതോ. 10,000 നാംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 10,000 അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ എത്ര മനോഹരമേ. തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ബോധമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 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 ഓ എന്തതിശയമേ. Glory, glory. Hallelujah. Oh, രക്തം ജയ. Hallelujah. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 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 നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗം ഉത്തരവാദിത്വം. ദൈവമക്കളുടെ പദവിയെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. ഇതിനേക്കാൾ വലിയൊരു പദവി നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മകൻ ആകുക. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഏകജാതനായ മകൻ്റെ സഹോദരനാകുക. ഇതിനേക്കാൾ വലിയൊരു പദവി എന്തോ? പ്രൈസ് ദി ലോർഡ്. പാടാൻ പോയി, തുള്ളാൻ പോയി എന്നൊക്കെയല്ലേ ആൾക്കാർ പറയുന്നത്. സത്യം അതല്ല. നീ ദൈവ മകനായി തീർന്നിരിക്കുന്നു, നീ ദൈവ മകളായി തീർന്നിരിക്കുന്നു. നിന്റെ പദവിയുടെ വലിപ്പം നീ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തല ഉയർത്തി പിടിച്ചോണ്ട് പോകണം, അഭിമാനത്തോടെ പോകണം, തല കുനിച്ചു പോകരുത്. ചിലര് മനോരമ പത്രത്തിനകത്ത് പൊതിഞ്ഞ് ബൈബിള് പിടിക്കും എന്ന് പറഞ്ഞാൽ ഏതോ രഹസ്യ കച്ചവടത്തിന് പോകണമല്ലോ. പേടിച്ചിട്ടാ. പേടി മാറിയോ? മാറിയെങ്കിൽ ആ പൊതിച്ചിലങ്ങ് അഴിക്ക്, എന്നിട്ട് പരസ്യമായിട്ട് പിടിച്ചോണ്ട് പോ. കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഉപദേശിയുണ്ട്, ആശാരി ഉപദേശി. ന്യൂയോർക്ക് പട്ടണത്തിൽ ചെന്ന് ഇറങ്ങി, പെട്ടി തുറന്ന് ബൈബിളിങ്ങെടുത്തു, തലയിലോട്ട് വെച്ചു. സായിപ്പന്മാരെല്ലാം പൊട്ടിച്ചിരിച്ചു. എയർപോർട്ടിൽ ജോലിക്കാർ അന്തം വിട്ടു നിന്നു. സ്വീകരിക്കാൻ വന്നവർ അന്തം വിട്ടു. പുള്ളി പറഞ്ഞു, എൻ്റെ കൂടെ ജനിച്ചവരെല്ലാം ഉളിയും കൊട്ടുപിടിയും പിടിച്ച് കുനിഞ്ഞിരുന്ന് കൊട്ടുമ്പം
ഈ പുസ്തകം എടുത്തത് കാരണമാണ് ന്യൂയോർക്കിൽ വരാൻ എനിക്കിടയായത്. എന്നെ ഉയർത്തിയ പുസ്തകം ഞാൻ തലയിൽ വെക്കുന്നതിന് എനിക്ക് ലജ്ജയില്ല. Praise the Lord. ആമേൻ. നിന്റെ പദവി അറിയാമോ? തലകുനിച്ച് നടക്കേണ്ടവനല്ല. ഈ രാജ്യത്തോട് നീ തല ഉയർത്തി നടക്കണം. നീ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന്റെ മകനാണ്. ആമേൻ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നിങ്ങളുടെ പദവി നിങ്ങൾ അറിയുക. നമ്പർ 2, നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിന്റെ 2ാം ഭാഗം, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ അറിയുക. നമ്മൾ ഈ യോഗം നിർത്തണമെന്ന് ആഗ്രഹിച്ച സമയത്തിന്റെ ഈ ഏറെക്കുറെ അടുത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളെ 7ആയിട്ട് ഞാൻ തിരിച്ചിരിക്കുകയാണ്. 7 മിനിറ്റും പറയുമെന്ന് തോന്നുന്നില്ല. 7 ചുമ്മാ അങ്ങ് വായിച്ചു വിടുന്നതല്ലല്ലോ ദൈവവചന ശുശ്രൂഷ. അത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ 1-ാമത്തേതിലേക്ക് നമുക്ക് തിരിയാം. 1-ാമത്തേത് ഉത്തരവാദിത്വം 1. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 11 മുതൽ വായിക്കാം. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ, ഒരു മിനിറ്റ്, എനിക്ക് തെറ്റി. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ വായിച്ചാൽ മതി. 14 മുതൽ 6-ാം അധ്യായം 14 മുതൽ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. വായിച്ചോ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. 17-ാം വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിത്തീരും. എന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവമക്കൾ ആകുന്നതിന് യോഹന്നാൻ 1:12 മാത്രം പോരാ എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് മറ്റ് തർജ്ജിമകളിൽ നിന്ന് വായിച്ചാൽ യോഹന്നാൻ 1:12 ചൈൽഡാണ്. എന്നാൽ 2 കൊരിന്ത്യർ 6:17 സൺ ആൻഡ് ഡോട്ടർ എന്നാണ്. എന്താ ചൈൽഡും സണ്ണുമായിട്ടുള്ള വ്യത്യാസം? ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെന്നാ, സൺ എന്ന് പറഞ്ഞാൽ പക്വതയുള്ള മക്കളും. അപ്പൊ കുഞ്ഞുങ്ങള് നല്ലതാ, പക്ഷെ എന്നും കുഞ്ഞുങ്ങളായിരുന്നാൽ കൊള്ളത്തില്ല. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു രംഗമാണ് കൊച്ചു കുട്ടികളുടെ ചിരിയും കളി. ആ ഒരു ചിരിയും കളി ഓർത്തിട്ടായി ഇതുങ്ങളെ വളർത്തുന്നു. സ്തോത്രം. എന്നാൽ 10 വയസ്സായിട്ട് ചിരിയും കളിയായിട്ടിരുന്നാലോ? സ്തോത്രം. 15 വയസ്സായിട്ട് ചിരിയും കളിയായിട്ടിരുന്നാലോ? സ്തോത്രം. ഈ സ്കൂളിലൊക്കെ ശമ്പളം കൊടുക്കുന്നതിന് എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ചുമതല വഹിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ലല്ലോ. കിട്ടിയാൽ ഞാൻ പറയും ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് LKG പഠിപ്പിക്കുന്നവർക്കാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്ന കോളേജ് പഠിപ്പിക്കുന്നവർക്കാണ്. കോളേജ് വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? പിള്ളേർ തന്നെ പഠിക്കുക അല്ലേ? ശമ്പളം മുഴുവൻ അവർക്കാണ്. LKGക്കാർക്ക് കാശ് കൊടുക്കണ്ടേ? കാരണം ഇതുങ്ങളെ ഒന്ന് ചൊവ്വ ഇരുത്തണേ തന്നെ എന്നാ പാടാം. എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് അടുത്തിരിക്കുന്ന ആളെ തള്ളിയിടുക, സ്ലേറ്റ് ഒടിക്കുക, എന്തെല്ലാം പരിപാടികളാണ്.
അപ്പൊ ഇതുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എഴുന്നേപ്പിച്ച് നിർത്തുക, കൈ കൊട്ടിക്കുക, ചാടിക്കുക. ഇതാണ് ഈ ചില്ലേര്. ഇത് തന്നെ സഭയിലും എഴുന്നേപ്പിച്ച് നിർത്തിക്കുക. ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുക. മനസ്സിലായി കാണുമല്ലേ? പക്വതയായ പിന്നെ ഇതൊന്നും അത്യാവശ്യമില്ല. പക്വതയായ ദൈവവചനം മതി. ദൈവവചനത്തിൽ സന്തോഷിക്കും. ഇത് ദൈവവചനം തുറക്കുമ്പോൾ ഒരു മയക്കമാണെന്നാ പറയുന്നത്. അന്നേരം ഒരു ഇച്ചിരി റെസ്റ്റ് കിട്ടുന്നത്. പാട്ടുപാട് റെസ്റ്റ് ചെയ്യാൻ നോക്കിയല്ലേ, കൈ കൊട്ടണ്ടേ? വചനം തുറന്നു, ഒരു ചെറിയ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ചുരുക്കം ചില ആൾക്കാരുണ്ട് പിന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട്. അതെന്നാന്നറിയോ? പിള്ളേരായോണ്ട ചൈൽഡാ. ഈ യോഹന്നാൻ 1:12 കിടക്കുക മിക്കവാറും പേര്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ. അയ്യോ, ഇപ്പോഴവിടെ നിൽക്കുകയാണോ? എത്ര കൊല്ലമായി ഇത് പറയുന്നറിയാം? അതാണ് ഈ കംപ്ലൈൻറ്റ്. പാസ്റ്റർ നോക്കിയില്ല, ഒത്തില്ല, ചിരിച്ചില്ല, വന്നില്ല, പോയില്ല, കണ്ടില്ല, വീട്ടിൽ വന്നില്ല, അപ്പുറത്തെ വീട്ടിൽ വന്നു. അവിടെ 2 പ്രാവശ്യം ഈ മാസം വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഈ മാസം 1 പ്രാവശ്യം വന്നുള്ളൂ ഈ മാസത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള വിഷയം എന്നാ വെച്ചാൽ LKG ആണെന്ന് ഓർത്തോണ്ടാൽ മതി. LKG എല്ലാ മുട്ടായിയൊക്കെ മേടിച്ച് കൊടുത്തത് അവസാനിപ്പിക്കാനേ പറ്റുള്ളൂ. സ്വത്രം അതൊക്കെ മനസ്സിലാക്കി ബുദ്ധിയോടെ നിന്നാ അവരവർക്കുള്ള പക്വതയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ വായിച്ച വാക്യം വരും. അവിടെ പറഞ്ഞിരിക്കുന്ന കുറെ വിപരീത പദങ്ങൾ ശ്രദ്ധിച്ചോണം. 1 വിശ്വാസി അവിശ്വാസി, 2 നീതി അധർമ്മം, 3 പിശാച് ദൈവം, 4 ദേവാലയം വിഗ്രഹം. ഇങ്ങനെ ചേരാത്ത കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവമക്കള് എല്ലാത്തിനോടും ചേരാൻ പറ്റത്തില്ല. വേർപാട്. അങ്ങനെ നിങ്ങൾ വേർപെട്ടാൽ നിങ്ങൾ എനിക്ക് മക്കളാകും. അപ്പൊ വേർപാടെന്ന് പറഞ്ഞാൽ എന്താ? വേർപാടെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. വേർപാടെന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. വസ്ത്രധാരണത്തിലും മുടി വെട്ടുന്നതിലും ഷേവ് ചെയ്യുന്നതിലുമുള്ള മാറ്റം ആണെന്ന് നമ്മൾ ധരിക്കരുത്. സ്തോത്രം. അതൊക്കെ നല്ലതാണ്. നല്ല നിലയിലൊക്കെ മുടിയൊക്കെ വെട്ടുന്നത് നല്ലതാണ്. പക്ഷെ അതൊക്കെ ഓരോ നാട്ടിൽ ഓരോ രീതിയാണ്. ഇതിനൊരു കോമൺ സ്റ്റൈലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നോടൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു മീശയെക്കുറിച്ച് ഒരു അല്പസമയം സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അല്ല ഇവിടുത്തെ പിള്ളേർ പലതരം മീശയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനിപ്പം നമ്മൾ ബ്ലേഡ് മേടിച്ച് കൊടുത്താൽ മതി, ക്ലാസ് എടുക്കണ്ട. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് മേടിച്ച് കൊടുത്താൽ മതി, ക്ലാസ് അതിനെ എടുക്കുന്നത്. ക്ലാസ് അതിനുള്ളതാണ്. ഒന്നാമത് ഞാൻ പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊട്ട് കണ്ടുമില്ല. കാണാത്തത് എങ്ങനെ പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം. അതിൻ്റെ അർത്ഥം ഏത് കോമാളിത്തരവും കെട്ടിക്കോളാനാണോ ബാബു ചെറിയ പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, അതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ കപടഭക്തിയിലേക്ക് അമിതമായിട്ട് പോകരുത്. ഇപ്പം നന്നായിട്ട് ക്ലീൻ ഷേവ് ചെയ്തു, പക്ഷെ മേടിച്ചാൽ കൊടുക്കുകയില്ലെങ്കിലോ? അപ്പം അതിനെക്കുറിച്ച് പറയണമെന്ന് തന്നെ പറയാത്തെ. അമ്മായി അമ്മയ്ക്ക് പച്ചവെള്ളം കൊടുക്കുകയില്ല, നല്ല മനോഹരമായിട്ട് മുടി ചീകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പറയാനുണ്ട്. സ്തോത്രം. അപ്പോ വേർപാട് എന്ന് പറയുന്നത് സ്വഭാവത്തിലാണ് ഒന്നാമത്. പിന്നെ പുറമേ മാന്യമായി നടക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. മുടിക്ക് എത്ര നീളം എന്ന് നമുക്ക് കൽപ്പിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഡീസൻ്റ് ആയിരിക്കണം. ഒരു വൃത്തികേട് കാണിക്കാനോ ഒക്കത്തില്ല, എത്രയേ ഉള്ളൂ. സ്തോത്രം. ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലെവലുണ്ട്, അതിൽ കൊള്ളുന്നു നമുക്ക് പറയാൻ ഒക്കുകയില്ല. എന്നാൽ സ്വഭാവം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. ജോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിൽ വേർപാട് വലിച്ചു. ജീൻസ് മാറ്റി നല്ല അവിടുത്തെ വേർപാടെന്ന് ഉദ്ദേശിക്കുന്നത്.
അവിടുത്തെ വേർപാട് എന്ന് പറയുന്നത് പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഓടി രക്ഷപ്പെട്ടു. അവിടെയാണ് വേർപാട്. അവിടെ എന്താ ഇട്ടിരുന്നെന്നുള്ളതൊന്നും ഇവിടെ വലിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. ഇട്ടിരുന്നത് അവർ കൊണ്ടുപോവുകയും ചെയ്തു. ക്ഷമിക്കണം. ദാനിയേൽ ബാബിലോണിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് എനിക്ക് അശുദ്ധി വരുത്താൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്തു. വേർപാട് കണ്ടോ? സ്തോത്രം. ഇതുപോലെ നമ്മുടെ ഇടപാടുകളിൽ, കൊടുക്കവാങ്ങലുകളിൽ, ഭക്ഷണപാനീയങ്ങളിൽ നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമ്പോൾ വേർപാട് പാലിക്കുകയാണ്. സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതാണ് യഥാർത്ഥത്തിൽ വേർപാട്. അങ്ങനെ നാം വേർപെട്ട മക്കൾ ആയിരിക്കണം. സാമ്പത്തിക കാര്യത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൽ, സമൂഹത്തിൽ ഇടപെടുന്നതിൽ, എല്ലാറ്റിലും നമ്മുടെ മാന്യത, ദൈവപൈതൽ എന്ന ആ പൊസിഷന് ചേരുന്ന വിധത്തിൽ പ്രവർത്തിക്കുക. അന്തസ്സുള്ളവൻ അവന്റെ സ്വഭാവത്തിൽ അത് വെളിപ്പെടും. അവനെ കൊണ്ട് നിങ്ങൾക്ക് ചീത്ത പറയിപ്പിക്കാൻ പറ്റുകയില്ല. ഈ നാട്ടിലെ പുരാതനരായ ഭക്തജനങ്ങൾ ചീത്ത വാക്ക് ഉപയോഗിക്കത്തില്ല. അവരോട് ചീത്ത പറഞ്ഞാലും അവർക്ക് ചീത്ത പറയാൻ അറിയത്തില്ല. അതെന്താ? അവരുടെ അന്തസ്സിന്റെ ഭാഗമാണ്. ഏറ്റവും കൂടിപ്പോയ ഏഭ്യൻ എന്ന് പറയും. അതിക്കുള്ളിൽ പറയാൻ അറിയാൻ മേലാത്തവരുണ്ട് ഈ നാട്ടില്. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം. വാക്കുകൾ പോലും ഒരാളുടെ അന്തസ്സ് വെളിപ്പെടുത്തും. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ നിന്റെ വാക്കുകളിൽ അത് വെളിപ്പെടണം. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ വാക്കിൽ അത് വെളിപ്പെടണം. സ്തോത്രം. കോഴിക്കോട് ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ ഒരു അപ്പച്ചൻ മരിച്ചു. മീറ്റിംഗ് സമയത്താ, തലേ ദിവസം അതിന്റെ അടക്കവും കാര്യങ്ങളൊക്കെയാ. അപ്പൊ അതിന്റെ ആ മകൾ ഒരു സാക്ഷി പറയുക. മകൾ പറഞ്ഞ സാക്ഷ്യം ഇതാണ്: അവൾ ജോലി സ്ഥലത്ത് നിന്ന് അവധിക്ക് വന്നപ്പോൾ അവളുടെ കൊച്ചിനോട് ഈ അപ്പച്ചൻ ചോദിക്കുകയാണ്, മോളെ, നീ ഒരാൾക്ക് 63 രൂപ കൊടുക്കാനുണ്ട്, നിന്റെ കയ്യിൽ ചില്ലറയും ഇല്ല, നീ എത്ര രൂപ അവർക്ക് കൊടുക്കും? കൊച്ചു പറഞ്ഞു, ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 60 കൊടുക്കും. നീ 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 എൻ്റെ മകളല്ലെന്ന് പറഞ്ഞു. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് നീ 63-ന് 70 കൊടുത്തേരെ. അയ്യോ, അന്നേരം നമ്മുടെ 7 പോകുകയല്ലേ? പൊക്കോട്ടെ. നിന്റെ 7 രൂപ അവരുടെ കയ്യിൽ പോയാലും അവരുടെ 3 രൂപ നിന്റെ ഈ വരരുത്. ഇതാ വേർപാട്. സ്വതന്ത്രം. എങ്ങനെയും അവന്റെ നമ്മുടെ ഈ വരണം എന്ന ചിന്ത വിശുദ്ധന്മാരുടേതല്ല, ദൈവമക്കളുടേതല്ല. ഇങ്ങനെയൊക്കെയുള്ള വേർപാടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം 1 പത്രോസ് 1-ാം അധ്യായം 14-ാം വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അനുസരണമുള്ള മക്കളാകുക. ദൈവമക്കളായാൽ പോരാ, വേർപെട്ട മക്കളാകണം. ദൈവമക്കളായാൽ പോരാ, അനുസരണമുള്ള മക്കളാകണം. അനുസരണമുള്ള മക്കൾ. ഒരു വീട്ടിലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമാധാനമാണ് പിള്ളേർ അനുസരണമുള്ളവരാണെങ്കിൽ. ഇതേ വിഷയം സ്വർഗത്തിലെ പിതാവിന് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഒരു മാതാപിതാക്കളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? അനുസരണമുള്ള മക്കളാണ്. അവർ ഒരുപാട് പണക്കാരായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അനുസരണമുള്ള മക്കളാണെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും എന്തൊരു ആശ്വാസ. ഇതേ വിഷയം സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുക, നിങ്ങളെ അനുസരണമുള്ള മക്കളാണ്. ഓക്കെ, നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത് പോലെ ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വിശദീകരിക്കാം. 3 വചനങ്ങളിലൂടെ വിശദീകരിക്കാം. 1, നാം അനുസരിക്കേണ്ടത് ദൈവവചനം. 2, നാം അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിനെ. 3, നാം അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ ദാസന്മാരെ. പെട്ടെന്ന് വാക്യം നോക്കിക്കോളൂ.
1 പത്രോസ് 2-ാം അധ്യായം 8-ാം വാക്യം അതേ പേജിൽ തന്നെ കിടപ്പുണ്ട്. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇടറിപ്പോകുന്നു? വചനം അനുസരിക്കാത്തത് കൊണ്ട്. വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, പക്ഷെ വചനം ഡെയിലി ധ്യാനിക്കുകയും വചനം ദിനംതോറും പ്രായോഗികമാക്കുകയും ചെയ്യുന്നതിൽ ഗൗരവത്തോടെ ജീവിക്കാത്തവരൊക്കെ ഇടറിപ്പോയി. അവർ സഭയിലുണ്ടെന്നേ ഉള്ളൂ, വന്നു പോകുന്നുണ്ടെന്നേ ഉള്ളൂ, ഒരു വചനം അനുസരിക്കുന്നില്ല. സ്തോത്രം. വചനം വീട്ടിൽ എഴുതി ഒട്ടിച്ചാൽ പോരാ, വചനം ഇച്ചിരിച്ച് പ്രസംഗിക്കാൻ പഠിച്ചാൽ പോരാ. വിശ്വാസി വന്നാൽ പിന്നെ പ്രസംഗിക്കണം, അതൊരു നല്ല കാര്യമാണ്. അതൊരു പരാതിയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു ഇച്ചിരി സമയം കിട്ടുന്നില്ല. ഞാൻ അങ്ങനെയുള്ളവരെല്ലാം വിളിച്ച് പരസ്യത്തിന് കൊണ്ടുപോവുക. പരസ്യത്തിൽ സമയം കൊടുക്കുക, ഇഷ്ടം പോലെ കൊടുക്കുക എന്ന് പറയുമ്പോൾ വേണ്ടെന്നാ പറയുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇച്ചിരിച്ച് പറയാൻ പഠിക്കണം എന്ന് നല്ലതാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ അനുസരിക്കാതെ നമ്പർ 1 വചനം അനുസരിക്കുക. ഇനിയുള്ളത് വായിപ്പിക്കാൻ നേരെയില്ല. ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. മൂന്നാമത് എബ്രായർ 13:17 കിട്ടിയെങ്കിൽ പെട്ടെന്ന് വായിച്ചു. എബ്രായർ 13:17 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അത് 17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. മതി. മോളി വായിച്ചത് നല്ലതാ. എങ്ങനെയാ നടത്തുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. വചനം പ്രസംഗിച്ചാ നടത്തുന്നത്. വചനം പ്രസംഗിച്ചാ നടത്തുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ആടിനെ ഇടയൻ നടത്തുന്നത് വടി ഉപയോഗിച്ച, എന്നാൽ ദൈവദാസന്മാർ ദൈവജനത്തെ നടത്തുന്നത് വചനം ഉപയോഗിച്ച. വചനത്തിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ റെസ്പെക്ട് ചെയ്യണം. നിങ്ങളോട് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുകയും. സ്തോത്രം. പൗരോഹിത്യം മാറിപ്പോയെന്നേ ഉള്ളൂ. ദൈവമാക്കി വച്ചിരിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ശുശ്രൂഷ മാറിയിട്ടില്ല. നടത്തുന്ന ഒരു കൂട്ടരുണ്ട്. എല്ലാവരും അങ്ങ് നടക്കുകയല്ല, നടത്താൻ ഒരു കൂട്ടരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പേര് നടത്തിപ്പുകാരെന്ന. അവർ പാസ്റ്റേഴ്സ്, അപ്പോസ്തലന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ. ഇവരെ അനുസരിക്കണം. അനുസരിക്കാത്ത ആള് എത്ര വലിയ ധനവാനാണെങ്കിലും അവന്റെ കാര്യം പോക്ക. അനുസരിക്കാത്ത ആള് എത്ര സീനിയർ ആണെങ്കിലും അവന്റെ കാര്യം പോക്ക. ഞാൻ തീർത്തു പറയുന്നു, ദൈവദാസന്മാരെ അനുസരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ദൈവദാസന്മാരെ അനുസരിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. നിങ്ങൾ ദൈവമക്കളായ പോരാ, വേർപെട്ട മക്കളാകണം. നിങ്ങൾ ദൈവമക്കളായാൽ പോരാ, അനുസരണമുള്ള മക്കളാകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുള്ള 2 കാര്യം കൂടെ കാണിച്ചിട്ട് നിർത്താം. മുഴുവനും ഇന്ന് എടുക്കുന്നില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായം പെട്ടെന്ന് എടുത്താട്ട്. അതിനകത്തുനിന്ന് 2 കാര്യം കാണിക്കുക, എളുപ്പമുണ്ട്. 9-ാം വാക്യം. ദൈവമക്കളാകാൻ എന്ത് ചെയ്യണം? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടി എന്ത് ചെയ്യണം? സമാധാനം ഉണ്ടാക്കണം. എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നത്? സമാധാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പ്രോബ്ലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി. പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോദരം, പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരാൾ കാണും, സമാധാനം നഷ്ടപ്പെടുത്തുന്ന 4 പേരും കാണും. ഈ ഒരാൾ ഉള്ളതുകൊണ്ടാണ് ഈ വീട് നിലനിൽക്കുന്നത്. ഇതുപോലെ സഭയിലും ഉണ്ട്. സമാധാനം കളയാൻ വേണ്ടി 2-3 പേരുണ്ട്. ഞാൻ ഓർത്ത് ഇത് ഒരു സഭയിലേ ഉള്ളെന്ന്. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ ഇത് തീരുമെന്നാണ് ഓർത്ത്.
മറ്റേടത്ത് അത് കൂടുതൽ കണ്ടിയ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതെന്താ? കർത്താവ് പറഞ്ഞു, അവിടുത്തെ പുള്ളിയുടെ പേര് ആൻഡ്രൂസ്, ഇവിടുത്തെ പുള്ളിയുടെ പേര് മാത്തുക്കുട്ടി, രണ്ടും ചെയ്യുമാന്ന് പറഞ്ഞു. ഇവിടെ ആ പേരുള്ളവർ വിഷമിക്കരുത്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ അത് നോക്കണ്ട, സമാധാനം ഉണ്ടാക്കുന്ന കുറച്ച് പേരില്ലേ സഭയിലെ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോളാൻ പറഞ്ഞു. എനിക്കൊരു മർമ്മം മനസ്സിലായി. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും കുറച്ച് പേര് സമാധാനം ഉണ്ടാക്കുന്നവരുണ്ട്. അവർ വിളിച്ചിട്ട് പാസ്റ്ററെ വിഷമിക്കണ്ട, ദൈവം സഹായിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നമുക്കൊരാശ്വാസമാണ്. ചിലർക്ക് എന്നാ പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ഒരു വിഷമാണ്. ഏത് സമാധാനത്തിനകത്തും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ, ഏത് പ്രശ്നത്തിനകത്തും സമാധാനം കണ്ടെത്തുന്ന വേറൊരാൾ. ഹല്ലേലൂയ. നിങ്ങൾ ഇതിൽ ഏതിപ്പെടും? ആർ യു എ പ്രോബ്ലം മേക്കർ ഓർ എ പീസ് മേക്കർ? നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരായിരിക്കും. നിങ്ങൾ ജീവിതകാലം മുഴുവനും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നവരാണോ? നിങ്ങളായിട്ട് സഭയിൽ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതോ നിങ്ങളായിട്ട് പ്രശ്നമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങൾ നല്ല കാര്യം ചെയ്തെന്നൊക്കെയാ പറയുന്നത്, പക്ഷെ പ്രോബ്ലത്തിനകത്ത് എപ്പോഴും നിങ്ങളൊരു കക്ഷിയാണ്. എന്താ അങ്ങനെ വരുന്നേ? എന്താ അങ്ങനെ വരുന്നേ? ഇന്നൊരു തീരുമാനമെടുക്കുക. എന്തിനാ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നേ? എന്റെ കർത്താവേ, ഇനി ഞാനൊരു പ്രശ്നക്കാരനാകത്തില്ല. എടാ, സഭ ദൈവത്തിന്റെയാ. മാറിയിരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥലത്ത് എന്നും പ്രശ്ന, ആ സ്ഥലത്തിന്റെ പോരാന്നാ പറയുന്നത്. സ്ഥലത്തിന്റെ പോരൊന്നുമല്ല, അവിടെ ഒരു വ്യക്തിയുണ്ട്, അല്ലെ രണ്ട് വ്യക്തി കാണുമായിരിക്കും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. മെസ്സേജ് അവസാനിപ്പിക്കുന്നു ഒരു വാക്യം കൂടെ. അതേ അധ്യായം 45 വാക്യം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ, സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. 44 വാക്യം ചെയ്യണം. എന്നാ 44 വാക്യം? ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ബാക്കി സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. രണ്ടും കൂടെ ചേർത്ത് വായിച്ചാലോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരണമെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എൻ്റെ പൊന്ന് പാസ്റ്ററാവുന്ന നടക്കുന്ന കാര്യമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതാണെ ഞങ്ങൾ റെഡി. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം ഇതൊന്നും ഇതിനു മുമ്പ് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇതൊക്കെ ആദ്യം പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? സ്തോത്രം. പ്രായോഗികമായിട്ട് ഞാൻ പറയുക, ഇത് ആദ്യമേ പറയുന്ന കാര്യമല്ല, പക്വതയുടെ വിഷയമാണ്. ഒരു കൊച്ചിങ്ങോട്ട് ജനിക്കുന്ന ഉടനെ ഡ്രൈവിങ് പഠിക്കണോടാ മോനെ മാത്തുക്കുട്ടി എന്ന് പറയുമോ നമ്മൾ? ഇല്ല. പട്ടാളത്തിൽ പോകാൻ ഒരുക്കിക്കോ കേട്ടോടാ, അത് പാല് കുടിക്കേണ്ട സമയത്ത് അത് പറ. അതുകൊണ്ടാണ് ഇതൊക്കെ ആദ്യം പറയാഞ്ഞത്. എന്നാൽ വിശ്വാസി വന്നിട്ട് 10-15 കൊല്ലം ആയെങ്കിൽ ഇനിയിപ്പം പാല് പറയാനൊക്കുകയില്ല. ഇനി അടുത്ത കാര്യം പറയുക, ശത്രുക്കളെ സ്നേഹിപ്പീ. ശത്രുക്കളുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കി ഒരു നിമിഷം. ഉണ്ടോ? അകത്താണോ പുറത്താണോ? ധ്യാനിച്ച് നോക്കുക. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ശനിയാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച, ഇന്നേക്ക് കൃത്യം 7 ദിവസം മുമ്പ് ഷാർജയിൽ തീ പോലത്തെ വെയിലത്ത് ഒരു മീറ്റിംഗ് സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിടാനായിട്ട് ഒരു ദൈവദാസൻ പോവുക. വർത്താനം പറഞ്ഞ് തീർന്നില്ല. പുള്ളി ആ മീറ്റിംഗ് സ്ഥലത്തിൻ്റെ തൊട്ട് വാതുക്കെ കാറയിൽ, പുള്ളിയുടെ വില കൂടിയ കാറയിൽ എയർ കണ്ടീഷനിൽ ഞങ്ങൾ ഇരിക്കുക. നമുക്ക് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പോവാം. പറഞ്ഞു വന്നേച്ച് പുള്ളി എന്നോട് പറയാം, പാസ്റ്ററേ, ഇന്നേ ദിവസം ഞാൻ ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, എനിക്ക് ശത്രുക്കളില്ല, എനിക്കാരോടും വിരോധമില്ല.
പകയില്ല. എന്നോടും ആർക്കും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞാത്തോണ്ടായിരിക്കും, അങ്ങനെയുള്ളവർ കാണും, പറയാത്തോണ്ടായിരിക്കും. എനിക്ക് മനസ്സിലായി എൻ്റെ തത്വം എന്നാണെന്നറിയോ? ശത്രു ഉണ്ടെങ്കിലും അവനെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ പിന്നെ ശത്രുവാണോ? അല്ല, അതതിൻ്റെ അർത്ഥം. അപ്പോൾ വചനം ശരിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഭക്തനാണ് അദ്ദേഹം. ഇന്ന് രാത്രി നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഉടനെ നമ്മൾ പറയാൻ പോണത് ഞാൻ ഈശോമിശിഹായൊന്നും അല്ല എൻ്റെ പാസ്റ്ററേ. അല്ല, പക്ഷെ ആകാൻ പോവുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകണമെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു സമർപ്പണ പ്രാർത്ഥന നാം പ്രാർത്ഥിച്ച ശേഷം എന്തതിശയമെന്നുള്ള ആ പാട്ടിൻ്റെ 1-2 അടികൾ ഈ കൊയർ നമുക്ക് വേണ്ടി പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനാൽ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാൽ സ്തോത്രം. ദൈവമക്കളെന്ന പദവിയുടെ ശ്രേഷ്ഠത ഞങ്ങൾ ഇന്ന് രാത്രി അറിയുന്നു. അതിൻ്റെ അന്തസ്സ് കീപ്പ് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ സ്വഭാവത്തിൽ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ ഞങ്ങൾ ആരുടെ മകനാണ് എന്ന് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാലും അതിനായി സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ കൊയറിനോട് ചേർന്ന് ആ പഴയ പാട്ടിൻ്റെ അടികൾ കൈകളടിച്ച് ഉത്സാഹത്തോടെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമ സന്ദരം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമ സന്ദരം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിന്റെ മഹാസ്നേഹമതി വിധമാർക്കു ചിന്തിച്ചറിയാ. ദൈവമേ നിന്റെ മഹാസ്നേഹമതി വിധമാർക്കു ചിന്തിച്ചറിയാ. എനിക്കാവതിയേ അതിരാഴവണം നിടനെത്ര ബഹുലമത്. എനിക്കാവതിയേ അതിരാഴവണം നിടനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വന്നിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വന്നിപ്പതിനെഴുതോ. 10,000 ഒരംശം ചൊല്ലിയിടും പാരില സാധ്യമോ. 10,000 ഒരംശം ചൊല്ലിയിടും പാരില സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമെഴും തിരുവാതിലുള്ള സമസന്തതം ചേർന്നിരുന്ന. മോദമെഴും തിരുവാതിലുള്ള സമസന്തതം ചേർന്നിരുന്ന. ഏകജാതനമേശുവെ പാദം
പാപകർത്താൽ തന്ന സ്നേഹമതിശയമേ ഏകജാതനമേശുവേ പാപകർത്താൽ തന്ന സ്നേഹമതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ആയിരം ആയിരം നാവുകളാൽ അത് വന്നിപ്പതേടുന്നു ആയിരം ആയിരം നാവുകളാൽ അത് വന്നിപ്പതേടുന്നു പതിനായിരത്തിനൊരംശം ചൊല്ലിടുവാൻ അസാധ്യമോ പതിനായിരത്തിനൊരംശം ചൊല്ലിടുവാൻ അസാധ്യമോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എനിക്കാവതിലേ അതിനാഴവളം നിഴലേറ്റരഹൂലമത് എനിക്കാവതിലേ അതിനാഴവളം നിഴലേറ്റരഹൂലമത് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവ